വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഷഹീറ സെമി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അബായ മെറ്റീരിയലുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ കൊണ്ടുവരാത്ത അസീം എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല സ്ട്രൈപ്സ് വരുന്ന മോഡലാണ് കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ നല്ല ഹെവി ക്വാളിറ്റിയിൽ വരുന്നതാണ്. ഇതിൻ്റെ വിഡ്ത്ത് 70 ഇഞ്ച് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിലുള്ള ആലുവ കീഴ്മാടാണ്. കീഴ്മാട് പഞ്ചായത്ത് ജംഗ്ഷനിൽ റോയൽ ബേക്കറിയുടെ അടുത്തായിട്ടാണ് കേട്ടോ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇന്നത്തെ കളക്ഷൻസിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് വൺ നല്ലൊരു മിൻറ്റ് ഗ്രീൻ ആണ് കേട്ടോ ഓപ്പൺ ആക്കി ഇട്ടിട്ടുള്ളത്. ഇതിലത് നല്ല സ്ട്രൈപ്സ് പോലെ ഡിസൈൻ വന്നിട്ടുണ്ട്. സെപ്പറേറ്റ് കളറല്ല, സെയിം കളറിൽ തന്നെയാണ് ഇങ്ങനെ സ്ട്രൈപ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ വൺ സൈഡ് നമ്മുടെ ബബിൾ ക്രഷ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ മുമ്പ് വന്നിരുന്നു. അതിൻ്റെ കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുന്ന ടൈപ്പായിട്ട്. ഇതിൻ്റെ അത്രയും പൊങ്ങിയിട്ടല്ല, ചെറിയ ചെറിയ സ്ട്രൈപ്സ് പോലെയാണ് കേട്ടോ. ഒരുപാട് തിക്കായിട്ടുള്ള തിന്നായിട്ടുള്ള സ്ട്രൈപ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി കാണിച്ചു തരാം. ഒരു പീസായിട്ട് ഇതേതുപോലെ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. ഒട്ടും നിഴലടിക്കാത്ത ഫാബ്രിക്കാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് ഇതുപോലെയാണ്. ചെറിയ ചെറിയ നൂലുകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ടൈപ്പിലാണ് കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫ്രണ്ടാക്കി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ കംപ്ലൈൻ്റ് ഒന്നും വരാതിരിക്കാൻ എപ്പോഴും നല്ലത് ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഉടക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിഡ്ത്ത് 70 ഇഞ്ചാണ് വരുന്നത്. മീൽ പ്രൈസ് വരുന്നത് കളർ വരുമ്പോൾ 225. ഇതിൻ്റെ ബ്ലാക്ക് നമുക്ക് അവൈലബിൾ ആണ്. ബ്ലാക്കിൻ്റെ റേറ്റ് 240 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നല്ല ഹെവി ക്വാളിറ്റിയാണ്. ഒട്ടും നിഴലെടുത്തില്ലാത്ത മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് അബായ മാത്രമല്ല ടോപ്പും ബോട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫാബ്രിക്കാണ്. നല്ല തളർന്ന് കിടക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്. ലൈനിങ് ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് വരുന്നത് നല്ലൊരു മിൻറ്റ് ഗ്രീനിലാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡുകളൊക്കെ ഒന്ന് കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു വൈൻ കളറാണ് കേട്ടോ. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള നമ്മൾ മുന്തിരി എന്നൊക്കെ പറയില്ല, ആ ഒരു ഷെയ്ഡല്ല. ശരിക്കും വൈൻ്റെ ഒരു ഷെയ്ഡ് വരില്ലേ, ആ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. വിഡ്ത്തും പ്രൈസും ഒക്കെ സെയിം തന്നെ, 225 രൂപ. വിഡ്ത്ത് വരുന്നത് 70 ഇഞ്ചാണ് കേട്ടോ. പിന്നെ എല്ലാം കാണിക്കുന്നത് ഇതേ റേറ്റ് തന്നെ, ബ്ലാക്ക് മാത്രമായിരിക്കും വ്യത്യാസം. അപ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല കേട്ടോ. നല്ലൊരു വൈൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോകാം. നെക്സ്റ്റ് വരുന്നത് ഒരു കോഫി ഷെയ്ഡാണ്. കോഫി എന്ന് പറയുമ്പോൾ ഭയങ്കര ഇരുണ്ടിട്ടല്ല, അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കോഫി തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ക്യാമറയിൽ കാണുമ്പോൾ ചിലപ്പോൾ കളറിൽ ചേഞ്ച് ഉണ്ടാവും. പ്ലെയിൻ ഷെയ്ഡ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചെറിയ കളർ ചേഞ്ച് ഉണ്ടാവും. പ്രിൻ്റ് ആകുമ്പോൾ അത്രയും നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോവാം. നെക്സ്റ്റ് വന്നിട്ടുള്ളത് വൈൽഡ് ഓർക്കിഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. നമ്മുടെ ഓനിയൻ്റെയൊക്കെ ഒരു ഗവേദത്തിൽ പെട്ടൊരു കളറാണ്. ഈ കളറിൻ്റെ പേരാണ് വൈൽഡ് ഓർക്കിഡ് എന്ന്. അപ്പോൾ ഇതേ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര ഡാർക്കും അല്ല ലൈറ്റും അല്ലാത്തൊരു ഷെയ്ഡാണ്. ഇതിപ്പോൾ മറിച്ചാണ് ഇരിക്കുന്നത്. നേരത്തെ പീസ് ഞാൻ കാണിച്ചത് ഈ ഒരു സൈഡായിരുന്നു കേട്ടോ. അതെ ഇതുപോലെ ഓക്കെ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇതുപോലെ ചെറിയ ചെറിയ നൂലിങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ, നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോവാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഹണ്ടർ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ കളറ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാമറയിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബന്ധമില്ലാത്ത കളറായിരിക്കും. അപ്പോൾ ഗൂഗിളിൽ അടിച്ച് നോക്കാം കേട്ടോ. ഹണ്ടർ ഗ്രീൻ എന്ന് അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് കളറ് കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് തന്നെ നല്ലൊരു വ്യത്യാസത്തിലുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ മിഡ് പ്രൈസും വിഡ്ത്തും ഒക്കെ സെയിം തന്നെ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോകാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ. നല്ല ജെറ്റ് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിൽ ചേഞ്ച് ഉണ്ട്. 240 ആണ് കേട്ടോ പെർ മീറ്ററിന് വരിക. കളേഴ്സ് 225 ആയിരുന്നു. ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ റേറ്റ് കൂടുതലായിരിക്കും. 240 ആണ്. വിഡ്ത്തൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല അട്രാക്ഷൻ ഉണ്ട് കേട്ടോ ഈ ഒരു ബ്ലാക്ക് കാണാനായിട്ട്. അപ്പോൾ ഈ ഡിസൈൻ ഇങ്ങനെ സ്ട്രൈപ്സ് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ ബ്ലാക്ക് ഷെയ്ഡ് തന്നെ നമുക്ക് ഫിർദൗസിൽ 2 ഐറ്റംസ് ഇതിനോടൊപ്പം കാണിക്കുന്നുണ്ട്. അത് 2 റേറ്റിലുള്ള 2 ക്വാളിറ്റിയിലുള്ള ഫിർദൗസ് മെറ്റീരിയലിൻ്റെ ബ്ലാക്ക് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിലേക്കൊന്ന് പോകാം. നെക്സ്റ്റ് വരുന്നത് ഇതേ നമ്മുടെ ഫിർദൗസ് മെറ്റീരിയൽ ബ്ലാക്ക് ആണ് കേട്ടോ. ഈ ഫിർദൗസ് മെറ്റീരിയൽ തന്നെ 2 ക്വാളിറ്റി ഞാൻ പറഞ്ഞില്ലേ കാണിക്കുന്നുണ്ട്. ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് 160ഉം ഒന്ന് 130ഉം ആണ് കേട്ടോ. അതായത് ഇതിൻ്റെ ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസമുണ്ട് 2 മെറ്റീരിയലും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ മെൻഷൻ ചെയ്ത് പറയുക കേട്ടോ. വാട്സപ്പ് ത്രൂ ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ രണ്ടും നല്ല ഡീപ്പായിട്ടുള്ള ബ്ലാക്ക് തന്നെയാണ്. അതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളിൽ വരുന്ന ഒരു ചേഞ്ച് കൊണ്ടിട്ടാണ് കേട്ടോ 2 പ്രൈസ് പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് ലൈനിങ് ഇട്ടോ ഇടാതെയോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന മെറ്റീരിയലാണ് കേട്ടോ. വെള്ളടിപ്പുള്ളത് കൊണ്ടിട്ടല്ല ലൈനിങ് ഇടണമെന്ന് പറഞ്ഞത്, വേണമെങ്കിൽ ഇടാമെന്ന് പറഞ്ഞത്. ഇങ്ങനെ നമ്മുടെ ശരീരത്തോട് ചേർന്നിരിക്കുന്നുണ്ടെങ്കിൽ മാത്രം ലൈനിങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ കണ്ടല്ലോ. പിന്നെ ബ്ലാക്കിൻ്റെ വേറൊരു മെറ്റീരിയലും കൂടെ കാണിച്ചു തരാം. നമുക്കിനി അതിലേക്ക് പോകാം. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് റുക്സാർ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ ബ്ലാക്ക് ആണ് കേട്ടോ ഓപ്പൺ ആക്കി ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ കുറച്ച് കളേഴ്സ് നമ്മുടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ബ്ലാക്കിൻ്റെ റേറ്റ് 240 മീറ്റർ പ്രൈസ് വരിക. ഇതിൻ്റെ വിട്ട് 68 ഇഞ്ചാണ് കേട്ടോ. ഇത് ചെറിയൊരു ലൈനും അതുപോലെ തന്നെ ചെറിയൊരു ക്രഷ് പോലെ ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്ന മെറ്റീരിയലാണ് ഈ റുക്സാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ഒന്ന് ബ്രൈറ്റ്നെസ് കൂട്ടി കാണിക്കുമ്പോൾ നമുക്കിത് കറക്റ്റ് ബ്ലാക്ക് ആയിട്ട് ചിലപ്പോൾ തോന്നണമെന്നില്ല. എന്നാലും ഈ ഡിസൈൻ നിങ്ങൾക്ക് എടുത്തറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടിട്ട് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോഴേ ഈ ലൈനും അതുപോലെ തന്നെ ചുളുക്കും ഒക്കെ നമുക്ക് എടുത്തറിയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല ജെറ്റ് ബ്ലാക്കിൽ തന്നെയാണ് കേട്ടോ ഈ റുക്സാർ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. അപ്പോൾ 68 ഇഞ്ച് വിടുത്താണ് വരുന്നത്. 240 മീറ്റർ പ്രൈസ് വരിക. ഇതിൻ്റെ കളേഴ്സ് നമുക്കുണ്ട്. കളറിൻ്റെ റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. 220 രൂപയെ കളറിന് വരുന്നുള്ളൂ. എല്ലാത്തിലും ബ്ലാക്കിനായിരിക്കും എപ്പോഴും റേറ്റ് ഇത്തിരി കൂടുതൽ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ്. കണ്ടല്ലോ, അസീം എന്ന് പറഞ്ഞ മെറ്റീരിയലും അതുപോലെ തന്നെ റുക്സാറും കണ്ടു. പിന്നെ ഫിർദൗസിൻ്റെ ബ്ലാക്ക് 2 ടൈപ്പ് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെറ്റീരിയൽസ്. അപ്പം നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. വേറെയും ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ മെറ്റീരിയൽ. അപ്പോൾ അതൊക്കെ കയറി നോക്കുക. എന്നിട്ട് നിങ്ങൾ ബൾക്കായിട്ട് ഓർഡർ തരുവാണെങ്കിൽ 10 മീറ്ററെങ്കിലും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നേരെ ഈ പറഞ്ഞ റേറ്റിൽ നിന്നൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണമെങ്കിൽ അങ്ങനെ ഓർഡർ തരാം. അതല്ല നിങ്ങൾക്ക് മിനിമം 2 മീറ്റർ ആയിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസുമായി ഞാൻ വീണ്ടും വരും. ഓക്കെ, ബൈ.